മൈൻഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ റേഷ്യോ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. റേഷ്യോയിൽ 3 വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. എല്ലാവരും അത് കണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ടൈപ്പ് 3 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്പ് 2 നിന്നും വളരെ വ്യത്യാസമുണ്ട്, ഡിഫറെൻ്റ് ആണ്, പക്ഷെ വളരെ എളുപ്പമാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. എങ്കിൽ വീഡിയോയിലോട്ട് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 3a ഈസ് ഈക്വൽ ടു 4b ഈസ് ഈക്വൽ ടു 5c ദെൻ ഫൈൻഡ് a ഈസ് ടു b ഈസ് ടു c. ക്വസ്റ്റ്യൻ നല്ല വ്യത്യാസം ഉണ്ടല്ലേ ടൈപ്പ് 2വിനെക്കാളും. അവിടെ നമുക്ക് റേഷ്യോസ് ഡയറക്റ്റ് തന്നു, ദെൻ a ഈസ് ടു b ഈസ് ടു c ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ റേഷ്യോസ് ഒന്നുമില്ല, പക്ഷേ തന്നിട്ടുള്ള ഒരേ ഒരു ഹിൻഡ് എന്താണ്? 3a ഈസ് ഈക്വൽ ടു 4b ഈസ് ഈക്വൽ ടു 5c. പക്ഷെ നമുക്ക് അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും, വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്ക് എയും വേണം, ബിയും വേണം, സിയും വേണം, എങ്കിലും റേഷ്യോ എഴുതാൻ പറ്റത്തുള്ളൂ. സോ എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞ പാർട്ടിനെ ഒന്നും നോക്കത്തില്ല, നമ്മൾ ബിയും സിയും മാത്രം നോക്കും. അതായത് ബിയുടെ കോഎഫിഷ്യൻറ്റും സിയുടെ കോഎഫിഷ്യൻറ്റും മാത്രം മതി നമുക്ക്. അപ്പോൾ എയുടെ വാല്യൂ കിട്ടും. എയുടെ വാല്യൂ എങ്ങനെ അപ്പോൾ കിട്ടും? ബിയുടെ കോഎഫിഷ്യൻറ്റ് 4 ആണ്, സിയുടെ കോഎഫിഷ്യൻറ്റ് 5 ആണ്. അപ്പം എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 × 5 ഈസ് ഈക്വൽ ടു 20 എന്നായിരിക്കും ആൻസർ. ബിയുടെ വാല്യൂ എങ്ങനെ കിട്ടും? ബിയുടെ വാല്യൂ കാണാൻ നമ്മൾ ബി നോക്കത്തില്ല, എയും സിയും ആയിരിക്കും നോക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? എയുടെ കോഎഫിഷ്യൻറ്റ് 3 ഇൻറ്റു സിയുടെ കോഎഫിഷ്യൻറ്റ് 5, ദാറ്റ് ഈസ് 15 ആയിരിക്കും ബി എൻ്റെ വാല്യൂ. ക്ലിയർ? ദെൻ നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് നോക്കും? സിനെ നോക്കത്തില്ല, എയിനെയും ബിനെയും നോക്കണം. സോ ആൻസർ എന്താ കിട്ടുക? 3 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 12. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ റേഷ്യോ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ആദ്യം എ എന്ന നമ്പർ എങ്ങനെ കിട്ടും? ബിയും സിയുടെ കോഎഫിഷ്യൻറ്റ് നോക്കും, ദാറ്റ് ഈസ് 4 × 5 ഈസ് ഈക്വൽ ടു 20. ദെൻ ബിയുടെ വാല്യൂ 3 × 5 ഈസ് ഈക്വൽ ടു 15. സിയുടെ വാല്യൂ എന്താണ്? 3 × 4 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ റേഷ്യോ എങ്ങനെ എഴുതുക? എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് 20 ഈസ് ടു 15 ഈസ് ടു 12. നമുക്ക് കിട്ടിയ ആ 3 നമ്പറിനെയും കൂടെ റേഷ്യോ ആക്കുന്നു. അതാണ് നമ്മുടെ ആൻസർ. ഇവിടെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ ഫൈനൽ ആൻസർ 20 ഈസ് ടു 15 ഈസ് ടു 12 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് 2a ഈസ് ഈക്വൽ ടു 10b ഈസ് ഈക്വൽ ടു 5c. ഫൈൻഡ് ചെയ്യേണ്ടത് a ഈസ് ടു b ഈസ് ടു c തന്നെയാണ്. എങ്ങനെ ചെയ്യും? എയുടെ വാല്യൂ 10 × 5 അല്ലേ, നമ്മൾ എ നോക്കത്തില്ല, ബിൻ്റെയും സിയുടെയും കോഎഫിഷ്യൻ്റ് എടുത്തു. a ഈസ് ഈക്വൽ ടു 10 × 5 ഈസ് ഈക്വൽ ടു 50. ബിയുടെ വാല്യൂ 2 × 5 ഈസ് ഈക്വൽ ടു 10. സിയുടെ വാല്യൂ 2 × 10 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ റേഷ്യോ എന്താ വരിക? a ഈസ് ടു b ഈസ് ടു c ഈസ് ഈക്വൽ ടു 50 ഈസ് ടു 10 ഈസ് ടു 20. ദാറ്റ് ഈസ് ഇവിടെ 10 എന്താണ്? ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 5 ഈസ് ടു 1 ഈസ് ടു 2. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇഫ് 6x ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു 4z ദെൻ x ഈസ് ടു y ഈസ് ടു z. നിങ്ങൾക്ക് ഈ മെത്തേഡ് ക്ലിയർ ആയെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. നിങ്ങളിത് ചെയ്ത് ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.